യേശുവേ നീ വലിയവൻ, യേശുവേ യേശുവേ നീ ഉന്നതൻ. നിൻ മഹാ സ്നേഹത്തിൻ ആഴത്തെ ഇന്നു ഞാൻ നന്ദിയാൽ പാടുന്നു. നിൻ മഹാ സ്നേഹത്തിൻ ആഴത്തെ ഇന്നു ഞാൻ നന്ദിയാൽ പാടുന്നു. എൻ പ്രാണനേ എൻ ജീവനേ എൻ സ്വന്തമേ എൻ സർവമേ. വോയിസ് ഓഫ് ലവിൽ ഇന്ന് കർത്താവ് നമുക്ക് തരുന്ന വചനം മത്തായി സുവിശേഷം 6-ാം അധ്യായം അതിൻ്റെ 4-ാമത്തെ വാക്യമാണ്. രഹസ്യത്തിൽ കാണുന്ന നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം തരും. ആമേൻ. ഇവിടെ ജീവിതത്തിൽ ചെയ്യുന്ന നന്മകൾക്ക്, ആരും അറിയാതെ ചെയ്യുന്ന കാര്യങ്ങൾക്ക് ഒക്കെ പ്രതിഫലം തരുന്ന ഒരു ദൈവത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ആമേൻ. ഈ വചനത്തിൽ നിന്ന് തന്നെ ഒന്ന് ശ്രദ്ധിച്ച്, കാണുന്ന ഒരു പിതാവുണ്ട്. ആമേൻ. ആരും കാണുന്നില്ലെങ്കിലും ആരും ശ്രദ്ധിക്കുന്നില്ലെങ്കിലും കാണുന്ന ഒരു പിതാവുണ്ട്. ആമേൻ. നിങ്ങളോട് ഇന്ന് പരിശുദ്ധാത്മാവിൽ ഓർപ്പിക്കുന്ന ഈ ദൈവവചനം, ചിലപ്പോൾ നിങ്ങൾ ചിന്തിക്കും, എൻ്റെ ഈ പ്രതിസന്ധികളൊന്നും ആരും കാണുന്നില്ലേ? പക്ഷെ ഇവിടെ പറയാണ്, രഹസ്യത്തിൽ കാണുന്ന പിതാവ് നിങ്ങൾക്ക് പ്രതിഫലം തരും. ആമേൻ. ആമേൻ. ഒരിക്കൽ മൊർദെഖായി എന്ന് പറയുന്ന മനുഷ്യൻ രാജാവിനെ സഹായിച്ചു. പക്ഷേ അത് ആ കാലഘട്ടത്തിൽ മറന്നുപോയി. എന്നാൽ ഒരു പ്രത്യേക സമയത്ത് അത് ഓർക്കുകയും അവന് തക്കതായ ഒരു പ്രതിഫലം ലഭിക്കുകയും അത് ദൈവജനത്തിൻ്റെ ഒരു വിടുതലായി തീരുകയും ചെയ്തു. ആമേൻ. ചിലപ്പോഴൊക്കെ ഉദ്ദേശിക്കുന്ന സമയത്തായിരിക്കത്തില്ല അത്ഭുതങ്ങൾ നടക്കുന്നത്. ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്തായിരിക്കും അത്ഭുതങ്ങൾ നടക്കുന്നത്. നമ്മൾ പ്രതീക്ഷിച്ച സമയത്തൊന്നും ആയിരിക്കില്ല ദൈവപ്രവൃത്തി നടക്കുന്നത്. അപ്പം നമ്മൾ ചിന്തിക്കും, ഇപ്പോഴിത് സംഭവിക്കും. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ ഒരു വലിയ ദൈവ പദ്ധതിയുടെ സമയമാകുമ്പോൾ ദൈവം ഒരു പ്രവൃത്തി ചെയ്യും. മൊർദെഖായിക്ക് അന്ന് ഒരു അത്ഭുതം നടന്നാൽ അത് വലിയ അത്ഭുതമല്ലായിരുന്നു. എന്നാൽ ഇസ്രായേൽ ജനത്തിൻ്റെ ശോധനയുടെ സമയത്ത്, പരിശോധനകളുടെ നടുവിൽ അത് വെളിപ്പെട്ടപ്പോൾ അത് ആയിരങ്ങളുടെ അല്ല, ഒരു ജനതയുടെ വിടുതലായി അനുഗ്രഹമായി തീർന്നു. പ്രിയപ്പെട്ടവർ, എന്നെ ആരും കാണുന്നില്ല, എന്നെ ആരും ശ്രദ്ധിക്കുന്നില്ല, വേണ്ട നിലയിലുള്ള അംഗീകാരം കിട്ടുന്നില്ല, ഇതൊക്കെ ചിലപ്പോൾ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരിക്കാം. എന്നാൽ ഒരു കാര്യം ഓർത്തോണം, ഭൂമിയിൽ ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാന്മാരുണ്ടോ എന്ന് സ്വർഗത്തിൽ നിന്ന് നോക്കുന്ന കണ്ണുകളുണ്ട്. ഭൂമിയിൽ എല്ലായിടവും ഓടാടി സഞ്ചരിക്കുന്ന ദൈവത്തിൻ്റെ കണ്ണുകളുണ്ട്. അതുകൊണ്ട് കാണുന്ന ഒരു പിതാവ് നിങ്ങൾക്കുണ്ട്. രഹസ്യമായി ആരുമറിയാതെ പ്രാർത്ഥിക്കുകയും, ദേശങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും, സഭകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും, തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും, നല്ലൊരു ജീവിതത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ പ്രാർത്ഥനകളൊന്നും വൃഥാവായിട്ടില്ല. അതെല്ലാം കർത്താവ് കാണുന്നുണ്ട്. ഇന്നത്തെ ദിവസം ഈ വാക്ക് മറക്കരുത്. എന്നെ കാണുന്ന ഒരു പിതാവുണ്ട്, എന്നെ അറിയുന്ന ഒരു പിതാവുണ്ട്. അടുത്തൊരു വാക്ക്, പിതാവാണ് എനിക്ക് പ്രതിഫലം തരുന്നത്. ഹല്ലേലൂയ. ഒരു സ്ഥാപനമോ ഒരു മാനേജ്മെൻറ്റോ ഒരു വ്യക്തിയോ ഒന്നുമല്ല എനിക്ക് പ്രതിഫലം തരുന്നത്. എൻ്റെ റിസോഴ്സ് അത് ദൈവമാണ്, അല്ല പിതാവാണ്.
ഹല്ലേലൂയ. എത്ര മനോഹരമാണ് ആ വാക്യം. കാണുന്നവൻ പ്രതിഫലം തരുന്നവൻ. നിങ്ങളെ കാണുന്നുണ്ട്, ഉറപ്പായിട്ടും പ്രതിഫലവും അവൻ തരും. ധൈര്യമായിരിക്കുക. സ്തോത്രം. ഇന്ന് രഹസ്യത്തിൽ പ്രാർത്ഥിക്കുന്ന ചിലരെയൊക്കെ കർത്താവ് പരസ്യത്തിൽ മാനിക്കാൻ പോവുകയാണ്. ദാവീദ് രഹസ്യത്തിൽ പ്രാർത്ഥിച്ചു. ആമേൻ. ആ ദാവീദിനെ പരസ്യമായി ദൈവം മാനിച്ചു. അതുപോലെ ഒരു പരസ്യമായ മാന്യത നിങ്ങളുടെ രഹസ്യമായ പ്രാർത്ഥനയ്ക്ക് പ്രതിഫലമായി ലഭിക്കുമെന്ന് കർത്താവ് ഇന്ന് നിങ്ങളെ ഓർപ്പിച്ച് ബലപ്പെടുത്തുന്നു. ആ വാക്ക് മുറുകെ പിടിച്ച് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. യേശുവേ, ഇന്ന് ഞങ്ങൾക്ക് നൽകിയ നല്ല വചനത്തിനായി നന്ദി പറയുന്നു. കർത്താവെ, അങ്ങ് ഞങ്ങളെ കാണുന്നതിന് സ്തോത്രം ചെയ്യുന്നു. പരിശുദ്ധാത്മാവേ, ഞങ്ങൾ കർത്താവെ ഒറ്റപ്പെട്ടിരിക്കുമ്പോഴും ആരും ഞങ്ങളെ മനസ്സിലാക്കുന്നില്ലെന്ന് കരുതുമ്പോഴും എല്ലാം പിതാവ് ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നതിന് സ്തോത്രം ചെയ്യും. ഞങ്ങളുടെ ഓരോ വഴികളും കർത്താവെ അങ്ങ് നടത്തുന്നതിന് നന്ദി പറയും. യേശുവേ, ഈ വചനം കേൾക്കുന്ന ഈ വ്യക്തിയെ, കുടുംബത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന പിതാവെ, അവരുടെ മുമ്പോട്ടുള്ള ഗമനത്തെ കർത്താവെ അങ്ങ് നടത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കണ്ണുകൾ അങ്ങയുടെ ദൃഷ്ടി വെച്ച് ആലോചനകൾ നടത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഇവരെ അനുഗ്രഹിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ്, ഞങ്ങൾ ഒരുമിച്ച് ഇപ്പോൾ ഈ പ്രിയപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്നു. ആരും കാണാതെ, മനുഷ്യരാരും കാണാതെ കരയുന്ന, തകർന്നിരിക്കുന്ന ചിലരുണ്ട്. പുറത്ത് ചിരിക്കുന്നുണ്ട്, പക്ഷെ അകത്ത് കരയുക. അവരുടെ ബെഡ്റൂം മുഴുവൻ കണ്ണുനീരാണ്. സ്തോത്രം കർത്താവേ. ആ രഹസ്യമായിട്ടുള്ള പ്രാർത്ഥനയെ കർത്താവ് കണ്ട് അവരെ പുറത്തു കൊണ്ടുവരുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. തകർന്നു പോയ ചില വിഷയങ്ങൾ പുറത്താരോടും പറയാൻ കഴിയാതെ കർത്താവെ ഒരു അത്ഭുതം നടക്കണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഈ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി കർത്താവ് ജയകരമായ ഒരു അത്ഭുതം ചെയ്യുവാൻ ഞങ്ങൾ കുടുംബമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ ഇത് കേൾക്കുന്ന പ്രിയപ്പെട്ടവർ സൗഖ്യമായിരിക്കട്ടെ, ആരോഗ്യം പ്രാപിക്കട്ടെ, ബലം പ്രാപിക്കട്ടെ. ഈ വചനം അവരുടെ അകത്ത് കയറട്ടെ. രഹസ്യത്തിൽ കാണുന്ന പിതാവ് പ്രതിഫലം തരും. മനുഷ്യന് നല്ല ദൈവത്തിന് തന്നെ ഒരു വലിയ പ്രതിഫലവും അവകാശവും ഈ പ്രിയപ്പെട്ടവർക്ക് ലഭിക്കാൻ പോകുന്നതിനായി സ്തോത്രം. അവർ സൗഖ്യമായിരിക്കട്ടെ, ആരോഗ്യത്തോടിരിക്കട്ടെ, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു. കർത്താവിൻ്റെ വലിയ കരം നിങ്ങളുടെ കൂടെയുണ്ട്. മറക്കരുത്. കാണുകയും പ്രതിഫലം തരികയും ചെയ്യുന്ന ഒരു ദൈവം പിതാവ് നിങ്ങൾക്കുണ്ട്. ഗോഡ് ബ്ലെസ് യു. ശലോം.